ഒരു ബിസിനസ് ഫ്ലോപ്പായി പോയി എന്ന് വെച്ചിട്ട് അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അർദ്ധയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്ര സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേ ലോസസ് ഉണ്ടായി. ഫിനാൻഷ്യൽ ലോസസ് ആണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ലോസ് ഉണ്ടായെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അതായത് ഞങ്ങളുടെ ഒരു പാഷൻ ഉള്ള ഒരു ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ലോത്തിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്, പിന്നെ മക്കളൊക്കെ കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ആദ്യം ക്ലോത്തിങ്ങിലോട്ട് പോകാതിരുന്നത്. പക്ഷേ പിന്നീട് എനിക്കത് മനസ്സിലായി, നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ നെഗറ്റീവ് വന്നാൽ പോലും നമുക്കിത് നല്ല എനർജിയോടെ നമുക്കിത് വീണ്ടും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫാമിലി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ളൊരു ഫാമിലിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞങ്ങളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് ഞങ്ങൾ തന്നെയാണ്. കുറേ പാഠങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് പോവുകയാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 മന്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാരിൽ നിന്ന് പോലും ഒത്തിരി ഓർഡേഴ്സ് വന്ന് ഞങ്ങൾക്ക് നല്ല റിവ്യൂസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.